ശ്രീരാമൻ വേറൊരു അർത്ഥതലത്തിലേക്ക് നമുക്ക് ചിന്തിച്ച് നോക്കാം. സ്വാത്മാരാമ അനന്തരമണ എന്ന് പറയുന്നുണ്ട്. ആത്മയാണ് രാമൻ. ശുദ്ധ ബോധമാണ്, പ്യുവർ കോൺഷ്യസ്നസ് ആണ് രാമൻ എന്ന് പറയുന്നു. അതല്ലേ സ്വാത്മാരാമ ആനന്ദരമണ, സർവ്വാനന്ദം. അത് തന്നെയാണ് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഈശ്വര തത്വമാണ് ശരിക്കും പറയുന്നത്, പ്യുവർ കോൺഷ്യസ്നസ്. അത് തന്നെയാണ് രാമൻ. അങ്ങനെയുള്ള രാമൻ എവിടെ ജനിക്കണം? അയോധ്യയിൽ ജനിക്കണം. യുദ്ധം എന്ന കോൺഫ്ലിക്റ്റ് എന്ന് പറയാം. അയോധ്യ, യുദ്ധമില്ലാത്ത ഇടം, കോൺഫ്ലിക്റ്റ് ഇല്ലാത്ത ഇടം, ശാന്തിയും സമാധാനവും ഉള്ള ഇടം, അതാണ് അയോധ്യ. അങ്ങനെയുള്ള അയോധ്യയിൽ ശുദ്ധബോധം രാമൻ ജനിക്കേണ്ടത് ആരുടെ പുത്രനാവണം? ദശരഥൻ്റെ പുത്രനാവണം. ദശരഥൻ 5 പഞ്ചേന്ദ്രിയങ്ങളെയും 5 ജ്ഞാനേന്ദ്രിയങ്ങളെയും നിഗ്രഹിച്ചവൻ. അങ്ങനെയുള്ള ദശരഥൻ്റെ പുത്രനാവുന്ന രാമൻ, പ്യുവർ കോൺഷ്യസ്നസ്. ശരിക്കും നമ്മൾ തന്നെയല്ലേ ശരിക്കും? നമ്മുടെ ഉള്ളിലും ആ രാമൻ ജനിക്കണം. എങ്കിൽ മാത്രം നമുക്ക് ധർമ്മിഷ്ഠനാവാൻ സാധിക്കൂ, രാമനെ പോലെ ആകാൻ സാധിക്കൂ. ഈശ്വര